നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് പഞ്ഞാറമൂടാണ്. നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് 80 സെന്റ് അടങ്ങിയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ലാൻഡാണ്. നമ്മുടെ ഈ ഒരു ലാൻഡ് വരുന്നത് കോവളം ബീച്ചിന്റെ സൈഡിലായിട്ടാണ്. നമുക്കിവിടെ റിസോർട്ടുകൾ വയ്ക്കുന്നതിന്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകൾ വയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ലോഡ്ജ് വയ്ക്കുന്നതിന്, എന്ത് ബിസിനസ് സ്ഥാപനമായാലും വയ്ക്കുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സീഷോറിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ബ്യൂട്ടിയിലായിട്ടുള്ള ഒരു ലാൻഡാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ലാൻഡ്. നമ്മുടെ ഈ ഒരു ലാൻഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കരുതിയാൽ നമുക്ക് ഈ ഒരു പ്ലേസ് ആയുർവേദിക് സ്പാ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലേസ് ആയുർവേദിക് റിസോർട്ടിന് പറ്റിയ ഒരു ഏരിയയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു പ്ലോട്ട് ആയുർവേദിക് വെൽനസ് സെൻ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്കറിയാം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കോവളം ബീച്ച് സൈഡിൽ നല്ലൊരു ടൂറിസത്തിൻ്റെ വികസനവും കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വിഴിഞ്ഞം പോർട്ട് പണിയും കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് എന്തുകൊണ്ടും ഡെവലപ്മെൻറ്റും കാര്യത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വിദേശികൾ കൂടാതെ തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ബീച്ച് സൈഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്കൊരു ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പാ ആയാലും അതുപോലെ തന്നെ ആയുർവേദിക് റിസോർട്ടായാലും യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്കറിയാം ഇപ്പോൾ ഓരോ സമയവും നമുക്ക് ആയുർവേദിക് ചികിത്സ ആയാലും അതുപോലെ തന്നെ നമുക്ക് ടൂറിസം ആയാലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലാൻഡ് എടുക്കുന്നതിലൂടെ നമുക്ക് ആ ടൂറിസത്തിന് പറ്റിയ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ടൂറിസത്തിന് പറ്റിയ ബിൽഡിംഗ് ആയാലും അതുപോലെ തന്നെ ആയുർവേദിക് സ്പാ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു പ്ലോട്ട് വെക്കേഷൻ ഹോംസ് ആയിട്ട് നമുക്ക് നല്ലൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ബിസിനസ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഒരു കോട്ടേഴ്സിനായാലും നമുക്ക് ഈ ഒരു ലാൻഡ് ബിൽഡിംഗ് ഒക്കെ വെച്ച് കോട്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ നമ്മുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് അപ്പാർട്ട്മെൻറ്റുകൾ വെക്കുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനും നമ്മുടെ ഈ ഒരു ലാൻഡ് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ലോറി സൈറ്റ് ആണെന്ന് പറഞ്ഞു. കൂടാതെ തന്നെ നല്ല നിരപ്പാർന്ന ഭൂമിയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ലാൻഡിൽ നിന്ന് നല്ല ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. എന്തായാലും നമ്മുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഒരു ലാൻഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് എവിടെയാണ് കൊമേഴ്ഷ്യൽ ലാൻഡ് ആവശ്യമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും.